പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ താഴ്ത്തിട്ടോ. ഇനി ഹല്ലേലൂയ പറയുമ്പോൾ കല്ലേറ്റുംകര ജംഗ്ഷൻ വരെ കേൾക്കണം. എവിടെ വരെ? ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പച്ചന്മാരൊന്ന് ചിരിച്ചിട്ടിരിക്കണം. അപ്പച്ചന്മാരൊക്കെ ഒന്ന് ചിരിച്ചിട്ടിരിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ കുറച്ച് സമയമൊക്കെ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചിട്ടൊക്കെ ഇരിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം അതായിരുന്നു, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. ഇവിടെ ആരും പിടിച്ച് മറ്റേ ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട, ഒന്ന് ചിരിച്ചിട്ടൊക്കെ ഇരുന്നു. പരിശുദ്ധാത്മാവുള്ള വ്യക്തികളുടെ നമ്മുടെ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശ് കണ്ടിട്ടില്ല. ക്രിസ്ത്യാനിയെ തിരിച്ചറിയുന്നത് അവൻ ഹല്ലേലൂയ പറയുന്നത് കണ്ടിട്ടല്ല, അവൻ്റെ മുഖത്തെ ചിരി കണ്ടിട്ടാണ്. എന്നിട്ട് അദ്ദേഹം കോട്ടയിൽ ഇങ്ങനെയാണ്: യേശുവിൻ്റെ പേരിൽ രക്തസാക്ഷികളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് യേശുവിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്നത് അനേകമായിരം ആൾക്കാരുടെ ചുടുനീണം വീണ ഈ കത്തോലിക്ക സഭ ചുമ്മാ ഉണ്ടായൊന്നുമില്ല. കത്തോലിക്ക സഭ കുറെ അച്ഛന്മാർ അല്ലെങ്കിൽ കുറെ മെത്രന്മാർ ഇങ്ങനെ ഫാൻ്റെ അടിയിൽ കീഴിലിരുന്ന് അങ്ങനെ ഉണ്ടായതല്ല കത്തോലിക്ക സഭ. അങ്ങനെ ഉണ്ടായതല്ല കത്തോലിക്ക സഭ. അങ്ങനെ വിചാരിച്ചുണ്ടായത് തെറ്റാണ്. കത്തോലിക്ക സഭ ഉണ്ടായത് വാളും വെട്ടും കുത്തൊക്കെ കൊണ്ട് കുറേ പേര് ചുടുനീണം യേശുവിന് വേണ്ടി, യേശു മാത്രമാണ് രക്ഷകനെന്ന് ചങ്കൂറ്റത്തോടെ ഏറ്റു പറഞ്ഞ മെത്രാന്മാരുടെയും വൈദികരുടെയും അൽമായരുടെയും അപ്പച്ചന്മാരുടെ അമ്മച്ചിയുടെമാരുടെയൊക്കെ ചോരൽ ചവിട്ടി നമ്മൾ നിൽക്കുന്നത്. വളരെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നൊരു കാര്യമാണ്, രക്തസാക്ഷികള് അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ കൊല്ലാൻ കൊണ്ട് പോകുന്ന സമയത്ത് വഴികളിൽ നിന്ന് ഇപ്പോൾ റോമിലോട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ കൊളോസിയൊക്കെ കാണാൻ പറ്റും. കൊളോസിയത്തിലൊക്കെ ഈ പട്ടിണിക്ക് സിംഹങ്ങളെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടിട്ട് സിംഹങ്ങളെ തുറന്നു വിട്ടിട്ട് ക്രിസ്ത്യാനികളെ ഇങ്ങനെ നമ്മൾ പട്ടിക്ക് ഇറച്ചിട്ട് കൊടുക്കൂലേ, അതേപോലെ ക്രിസ്ത്യാനികളെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിട്ട് കൊടുക്കും. അതേപോലെ മണ്ണെണ്ണ മൊത്തം ശരീരത്തിൽ മുഴുവൻ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ഫ്യൂവൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഈ വഴികളിലൊക്കെ നമുക്കിപ്പോൾ ടോർച്ച് ലൈറ്റ് ഇല്ലേ, സ്ട്രീറ്റ് ലൈറ്റ്, അതേപോലെ കത്തിച്ചു നിർത്തും. ഇങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്നത്. ഞാനീ നിൽക്കുന്ന പോലെ ഹായ് നല്ല സുഖം, നല്ല സുഖം, കാറ്റ്, ഇതൊന്നും അല്ലായിരുന്നു പണ്ട്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അങ്ങനെയാണ് ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിരുന്നത്. കാരണം മരിക്കാൻ പോകുന്നവൻ അവൻ പോകുന്നത് മറ്റേ അയ്യോ പോയേ എന്നുള്ള രീതിയിലല്ല. അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ പോവാടാ. അമ്മമാര് കൊച്ചുങ്ങളെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അമ്മമാര് നോക്കി ചിരിക്കും. സ്വർഗത്തിൽ വെച്ച് കാണാട്ടാ, സ്വർഗത്തിൽ വെച്ച് കാണാം, നാളെ കൊല്ലും, കൊച്ചുങ്ങളെ കൊല്ലും. എമ്പടി ചിരിച്ചോണ്ട് പറയുകയാണ്, ഭർത്താവിനെ നോക്കിയിട്ട് പറയുകയാണ് നാളെ കാണാം, സ്വർഗത്തിൽ കാണാം. അതാണ് ക്രിസ്ത്യാനിയുടെ ലക്ഷണം. ക്രിസ്ത്യാനിയുടെ ലക്ഷണം മൊത്തം ചിരിയാണ്. അത് പ്രതിസന്ധി വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും അപ്പച്ചൻ മരിച്ചു പോയാലും അമ്മച്ചി മരിച്ചു പോയാലും ഭാര്യ മരിച്ചു പോയാലും ചിരിക്കരുത്. അവസരോചിതം. ഞാൻ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം നടുവിൽ ചിരിക്കാൻ പറ്റണം. ഇതാണ് ക്രിസ്ത്യാനിയുടെ ലക്ഷണം. വെളുതെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പോളിസി ഇതാണ്, അടുത്ത മണിക്കൂറിൽ കൈ പൊക്കാൻ കഴിവുള്ളവരൊക്കെ കൈ ഉയർത്തി പറയണം. വെളുതെ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാനിങ്ങനെ നടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ചിരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ആളൊന്ന് നോക്കി ചിരിച്ചേ. അപ്പം തന്നെ പാതി പ്രശ്നം. ക്രിസ്ത്യാനി ചിരിക്കാത്തതാണ് ക്രിസ്ത്യാനിയുടെ പ്രശ്നം. ക്രിസ്ത്യാനി ചിരിച്ചാൽ പാതി പ്രശ്നം തീരും. തൊട്ടടുത്തിരിക്കുന്ന ആളൊക്കെ അപ്പച്ചാ ചിരിക്കുക, നാളെ നോക്കി ചിരിക്കുക, എല്ലാവരും ചിരിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിക്കണം, പല്ലിച്ച് ചിരിക്കണം. അതാണ് ഇവിടുത്തെ ആദ്യ ശുശ്രൂഷ. ആദ്യത്തെ ശുശ്രൂഷ അതാണ്. അപ്പച്ചാ എന്നെ നോക്കി ചിരിച്ചോ കേട്ടോ, അടുത്തിരിക്കുന്ന ആൾ നോക്കി. ഓക്കെ. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻഡ് കൊടുത്തേ. കൈയൊന്ന് ചേർത്ത് പിടിച്ചേ. വിടരുത്. കൈ പിടിച്ചോണം. കൈ പിടിക്കും ചേട്ടാ, താടിയുള്ള ചേട്ടാ പിടിക്കുക. ഓക്കെ. ഒരു വചനം പറയാൻ പോവാണ്. കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഒരു വചനം പറയാൻ പോവാണ്. അവരെ നോക്കി പല്ല് കാണിച്ച് ചിരിച്ച് അവരുടെ കണ്ണി നോക്കി ചിരിച്ചോണ്ട് പറയാൻ പോവാണ്. അപ്പോസ്തല പ്രവർത്തനം പറഞ്ഞേ. എന്നെ നോക്കി പറയണ്ട, അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞാൽ മതി. ഞാൻ ആ അപ്പച്ചൻ്റെ അടുത്തോട്ട് പോവാ, അവിടെ ആരും ഇല്ല. അപ്പച്ച ഞാൻ വരാം. ഈ മൈക്കിന്റെ ചിലപ്പോൾ പോകും, എന്നാലും കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവർത്തനം. എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കിക്കോ, ഒന്ന് പല്ല് കാണിച്ച് ചിരിക്ക്. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കൈയൊന്ന് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വലതുകരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഒരു ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരൊച്ചത്തിൽ പറ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന.
ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേക്കാൻ ആരോഗ്യമുള്ളവർ മാത്രം എഴുന്നേറ്റാൽ മതി, അല്ലാത്തവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് ഒന്ന് കണ്ണടയ്ക്കാവും. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാം. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ വചനം എന്താണ്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വചനം സത്യമാണ്, വചനത്തിന് മാറ്റമില്ല. ഇപ്പോൾ ആരും ഈ ലോകത്തിൽ ബാക്കി ആര് പറയുന്നത് ചിലപ്പോൾ മാറിപ്പോകും, പക്ഷെ വചനം മാറത്തില്ല. ഈ പുസ്തകത്തിനൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ആകാശം ചിലപ്പോൾ മാറിയേക്കും, ഭൂമി ചിലപ്പോൾ മാറിയേക്കും, ഭൂമിയിലെ ആൾക്കാർ മാറും, പക്ഷെ ഈ വചനം മാറത്തില്ല. വചനം സത്യമാണ്. വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, ഇരിങ്ങാലക്കടക്കാർക്ക് വിശ്വാസം പോരാ. വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ സമയം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകണം. കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് നമ്മൾ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ വിളിക്കണം. പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കണം. അധര വ്യായാമം ആവരുത്, നമ്മൾ നാവ് കൊണ്ട് ചുമ്മാ പാടുന്നതാവരുത്, ഒച്ച എടുക്കുന്നതാവരുത്. ഹൃദയത്തിൽ നിന്ന് വിളിക്കണം. ബർത്തമ്യൂസ് വിളിച്ചതുപോലെ വിളിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോയുടെ കൂട്ടത്തിൽ ഈശോ അന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെന്നും രോഗസൗഖ്യം കൊടുക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈശോ നടന്നു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാ രോഗികളും വിളിച്ചിട്ടുണ്ടാവും, എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ബർത്തമ്യൂസ് വിളിച്ച വിളിക്ക് ഒരു സ്പെഷ്യൽ വിളിയായിരുന്നു. കാരണം അവന്റെ ചങ്കിന്നായിരുന്നു ആ വിളി. ബാക്കിയുള്ളവരെല്ലാം ചുമ്മാ വിളിച്ചു, യേശു യേശു എന്ന് വിളിച്ചു. പക്ഷേ ബർത്തമ്യൂസ് വിളിച്ചത് ഒരൊറ്റ വിളിയെ വിളിച്ചു, അവന്റെ ചങ്കിന്ന് വിളിച്ചത്. ഇതേപോലെ വിളിക്കണം പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് വരും. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. പാടിത്തരുന്ന ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടിക്കോ. പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. ചേർന്ന് പാടിക്കോ. പരിശുദ്ധാത്മാവേ, 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 അധികമായി നിറയണമേ. സംഗീതത്തിനുള്ളിൽ നിന്ന് വിളിച്ചേ പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. വിളിച്ചേ പരിശുദ്ധാത്മാവേ, 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 അധികമായി നിറയണമേ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ, ഓ നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. ചങ്കിന്റെ ഉള്ളിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. സ്നേഹത്തോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, 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 അധികമായി നിറയണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ച് ഈ വചന ശ്രദ്ധയോടെ ശ്രവിക്കാം. യോഹന്നാൻ 3 അതിന്റെ 8-ാം അധ്യായം. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏത് വ്യക്തിയും. പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മത്തായി 7:7 വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന്റെ വാതിൽ തുറന്നു കിട്ടും. ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ സമയം ഞങ്ങളുടെ ഇടയിലേക്ക് ഇഷ്ടത്തോടെ കടന്നു വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ വന്ന് എഴുന്നള്ളണമേ. ഈ സമയം അനേകരിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങുന്നു. ദാഹമുള്ളവൻ ചോദിക്കട്ടെ, ദാഹമുള്ളവൻ ചോദിക്കട്ടെ, ആഗ്രഹമുള്ളവൻ ചോദിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചങ്ങിന്റെ ഉള്ളിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലൂക്ക 1:35 സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Open the gates of heaven, Lord. Open the gates of heaven, Lord. Pour out your spirit, Lord. Hallelujah, 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 hallelujah.
എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ. എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുകൾ ഒഴുകും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 10 പേരെ വെച്ച് സ്തുതിച്ചേ. സംഭവിക്കട്ടെ. The mighty name of Jesus. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. കരങ്ങളുയർത്തി ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ 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 ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ. എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്നിൽ നിറയണമേ. നിറയണമേ. എന്നിൽ നിറയണമേ. 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 അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. നീന്തിട്ടല്ലാതെ കടപ്പാനാകരുതേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ. മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിട്ടല്ലാതെ കടപ്പാനാവരുതേ. നീന്തിട്ടല്ലാതെ കരങ്ങളുയർത്തി സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നു. എക്സ്പീരിയൻസ് ദ ലിവിംഗ് പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യം ഈ സമയം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ,
എനിക്ക് ഇവനെ അറിയത്തില്ല, ഇവൻ ആരാന്ന് പോലും അറിയത്തില്ല എന്ന് കേവലം ഒരു പരിചാരികയുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ യഹൂദരുടെ മുൻപിൽ വെച്ച് അവൻ വിളിച്ചു പറയുന്നുണ്ട്. പത്രോസ്ലീഹ വിളിച്ചു പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശു മാത്രമാണ് ഏകരക്ഷകൻ. തുടർന്ന് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്ന യഹൂദരുടെ മുൻപിലേക്ക് കരങ്ങൾ നീട്ടിക്കൊണ്ട്, കൈ ചൂണ്ടിക്കൊണ്ട് പത്രോസ് വിളിച്ചു പറയുകയാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത, ഒരു ധൈര്യമില്ലാത്ത, ഒരു 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 കുടുംബമഹിമയില്ലാത്ത സാധാരണ മുക്കുവനായിരുന്ന പത്രോസ് വിളിച്ചു പറയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദരെ, ജനപ്രമാണികളെ, നിങ്ങൾ കേട്ടുകൊള്ളൂ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ കർത്താവായ ദൈവം ഉയർപ്പിച്ചു, അവൻ മാത്രമാണ് ഏകരക്ഷകൻ. ഇത്രയും ധൈര്യം ഇത്രയും ധൈര്യം പത്രോസിന് കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മിറാക്കിൾസ് ചെയ്യാൻ പറ്റും. ദാനിയേൽ ഒരു ബാലനായിരുന്നു. ദാനിയേലിനെ സ്വർഗത്തോളം ഉന്നതിയിലേക്ക് എത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഏലിയ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഏലിയ പറഞ്ഞപ്പോൾ ആകാശം അടയ്ക്കപ്പെട്ടു. ഏലിയ പറഞ്ഞപ്പോൾ മഴ പെയ്യാതിരുന്നു. ഏലിയ പറഞ്ഞപ്പോൾ വീണ്ടും ആകാശം തുറക്കപ്പെട്ടു, മഴ പെയ്തു. സാധാരണ മനുഷ്യനായിരുന്നു. ഈ പരിശുദ്ധാത്മാവാണ് ഏലിയായെ അസാധാരണനാക്കിയത്. ഏലിയ ബാലിന്റെ പ്രവാചകരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കാർമൽ മലയിൽ ഒരു ഒറ്റ പ്രാർത്ഥന നടത്തി. ആ സമയത്ത് ബാലിന്റെ പ്രവാചകരെ മുഴുവൻ മുട്ടുമടക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏലിയ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ചെയ്തു. പരിശുദ്ധാത്മാവാണ് ഇതിനെല്ലാം കാരണം. ഈ പരിശുദ്ധാത്മാവ് മാമോദിസയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ആത്മാക്കളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. 1 കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നവരുടെയൊക്കെ മുൻപിലേക്ക് പരിശുദ്ധാത്മാവെ നീ ഇറങ്ങി വന്നല്ലോ. മാതാവ് ടെൻഷനായി ചോദിച്ചു. ലൂക്ക 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഇത് പോസിബിൾ അല്ല. ബട്ട് സ്വർഗം മറിയത്തിന്റെ ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം ഇതാണ്. ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വർഗത്തിന് നിങ്ങളോട് തരാനുള്ള ഉത്തരം ഇതാണ്. നിന്റെ പ്രശ്നങ്ങളുടെ മേൽ, നിന്റെ രോഗങ്ങളുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ലൂക്ക 1:35 സംഭവിക്കണം. പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്ന് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിച്ചാൽ എവറിത്തിങ് വിൽ ബി പോസിബിൾ ഫോർ യു. വലുതുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ മാത്രം പറഞ്ഞ വലുതുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ. പോര ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയാണല്ലോ. അമ്മ സ്വർഗത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയെ ഞങ്ങൾ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മേ, ഈ സമയം പെന്തക്കോസ്തായിലെ സ്ലീഹന്മാരെ എല്ലാം അമ്മ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ചതുപോലെ, അവരുടെ മേലിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കാൻ അമ്മ സ്വർഗത്തിലൂടെ മധ്യസ്ഥം വഹിച്ചതുപോലെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ഒരു ഇരടി പാടി പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ. ചേർന്ന് സ്നേഹത്തോടെ പാടിക്കുക. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. ചേർന്ന് പാടാം. ആവേ
കരങ്ങൾ വീശിക്കൊണ്ടെന്ന് പാടാം. ആവേ മരിയ. സ്വർഗ്ഗത്തോട് വലിയ സ്നേഹത്തോടെ മാലാഖമാരോട് ചേർന്ന് പാടിക്കുക ആവേ മരിയ. രക്തസാക്ഷിയോട് ചേർന്ന് പാടിക്കുക ആവേ മരിയ. വലിയ സ്നേഹത്തോടെ വലിയ സ്നേഹത്തോടെ സ്നേഹത്തോടെ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. വിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് ആമേൻ. ഇരിക്കണോ? ഒരു നന്മ പറഞ്ഞൂടെ ചൊല്ലിട്ടിരുന്നാൽ മതിയോ? നമുക്ക് ആൻസൺ ചേട്ടൻ അറിയാവോ? ആൻസൺ ചേട്ടൻ പോട്ടക്കാരനാണ്, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള. ഒരു കാര്യം പറയാം, മെഡിക്കൽ സയൻസ് ഒരു കാലത്ത് ഇനി രക്ഷയില്ല എന്നുകൊണ്ട് തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ്. ആൻസൺ ചേട്ടൻ്റെ ഒരു തൊണ്ടയുടെ ഭാഗത്തെ നെർവുകളെല്ലാം ഡാമേജായി. അത് തൊണ്ട പ്രോപ്പറായിട്ട് മസിൽ വർക്ക് ചെയ്താലേ ഈ ഒച്ച വെളിയിലോട്ട് വരത്തുള്ളൂ. പാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും അത്. ഇനി നിനക്ക് ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ് മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആ പുള്ളിയാണ് ഇവിടെ നിന്ന് പാടുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ്. മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിന് ഉത്തരവുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ജ്ഞാനം 16:12 വചനം എങ്ങനെയുണ്ട്? ഡോക്ടറിൻ്റെ അടുക്കെ പോകണ്ടെന്നോ ആശുപത്രി പോകണ്ടെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. പ്രഭാഷകൻ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് വൈദ്യനെ സൃഷ്ടിച്ചത് കർത്താവാണ്. പൊട്ടത്തരം കാണിക്കരുത്, വിവേകം യൂസ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ പനി വരുമ്പോൾ വിശ്വാസം നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തന്നെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തലമാണ്, നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കും, അതെനിക്ക് ഉറപ്പാണ്. കാരണം മെഡിക്കൽ സയൻസിനാണ് എല്ലാ ഉത്തരവൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം മെഡിക്കൽ സയൻസിന് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവില്ലായിരുന്നു, ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യും? നീ പൊക്കോ, നീ പായമണക്ക് വീട്ടിൽ പൊക്കോ, പാട്ടിൻ്റെ പരിപാടിക്കൊന്നും നിൽക്കരുത്. അത് പറഞ്ഞിട്ട് എത്ര വർഷമായി ഇപ്പോൾ? 9 വർഷമായി. 9 വർഷമായി മെഡിക്കൽ സയൻസ് പറഞ്ഞു. ഇപ്പം കേട്ടിട്ട് കൈയടിച്ചാൽ മതി. 9 വർഷം മുന്നേ മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി മേലെ പാടി പോരുത്, ഇനി പാടാൻ പറ്റൂല എന്ന് പറയുന്ന മനുഷ്യൻ 9 വർഷമായിട്ട് കർത്താവിന് വേണ്ടി പാടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ജ്ഞാനം 16:12 വചനമുണ്ട്. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്. ചേട്ടനൊരു കുടുംബമുണ്ട്. ചേട്ടന് 3 ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മൂന്നാമത്തെ വരുവാണ്. 2 കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ. ചേച്ചിയുണ്ട്, ഫാമിലിയുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നു. റജി കൊട്ടാരം ബ്രദർ ഇല്ലേ, റജി കൊട്ടാരം ബ്രദറിൻ്റെ കൂടെ ഫുൾ ടൈം ശുശ്രൂഷ ചെയ്യുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ശുശ്രൂഷകൾക്കും ചേട്ടനെ കാണാൻ പറ്റും. ചേട്ടൻ്റെ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണാൻ വിപുലീകരിച്ച് കാണേണ്ടവർക്ക് ചെന്ന് നോക്കിയാൽ മതി. ജൈനീസ് മീഡിയ ആണെന്ന് തോന്നുന്നു, അതോ ഇൻ ദ നെയിം ഓഫ് ജീസസ് അങ്ങനെ എങ്ങോട്ടാണ് ആ ചാനലിൻ്റെ പേര്. യൂട്യൂബിലുണ്ട്, ആൻസൺ ആൻ്റണി നോക്കിയാൽ കാണാൻ പറ്റും. ചേട്ടന് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ് പറയുമേ. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കർത്താവ് ഈ സക്രാരിയിൽ നിന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നോ, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ആത്മാർത്ഥതയോടെ ഇടപെടും. അതുകൊണ്ട് കൊടുക്കുമ്പോൾ മലയാളികൾക്കുള്ള സ്വഭാവമാണ് ഇത് വേണ്ട. നമുക്ക് ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ചേട്ടനെയും ചേട്ടൻ്റെ കുടുംബത്തിനെയും കുഞ്ഞുങ്ങളെയും വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഭാര്യയെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒച്ചതി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, സന്തോഷത്തോടെ ഇരുന്നോ, സന്തോഷത്തോടെ ഇരിക്കാം. വലുതിർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പര ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും എന്നോടൊക്കെ പറഞ്ഞത്, ഇവിടുത്തെ പ്രോഗ്രാം കോർഡിനേറ്റർ പറഞ്ഞത് ടെസ്റ്റിമണി പറയണം എന്നാണ്, ജീവിതസാക്ഷ്യം. അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഈ ദിവ്യകാരണ പ്രദർശനത്തിൻ്റെ സമയത്ത് ചോദിക്കുകയാണ്, കർത്താവ് എന്ത് പറയും? കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. ഞാനിനി എന്ത് പറയുന്ന ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൂക്ക 12:12 വചനമുണ്ട്. അത് ഓൾറെഡി അറിയാവുന്ന വചനമാണ്. പരിശുദ്ധാത്മാവ് വചനം. പവർ. അമ്മച്ചിക്ക് ഒരു കൈഡി കൊടുത്തേ, ഒരു കൈഡി കൊടുക്കും, മര്യാദ കൊടുക്കണം. നമുക്ക് ഖലീൽ ജിബ്രാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയടിക്കും.
ക്രിസ്ത്യാനികളുടെ സ്വഭാവം, ഞാൻ എൻ്റെ ആലപ്പുഴയിലുള്ള ക്രിസ്ത്യാനികളുടെ കാര്യം പറയുകയാണ്, ഇരിങ്ങാലക്കുടയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഫിലോസഫി പറയുകയാണെങ്കിൽ കൈയടിക്കും ക്രിസ്ത്യാനികൾ. ബൈബിള് പറഞ്ഞ ബൈബിള് കാണാപ്പാടം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം എന്തുട്ട കരിസ്മാറ്റിക്കുകാർ, എല്ലാ തിയോളജിയും ഫിലോസഫിയൊക്കെ ഉണ്ടായത് ഈ സാധനത്തിൽ നിന്നാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികളാണ്. വേറെ ഒക്കെ കൈയടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളെ അല്ല, ഇരിങ്ങാലക്കുടക്കാരെ അല്ല, ആലപ്പുഴക്കാരെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അമ്മച്ചി, ഞാൻ ലൂക്കാ 12 പറഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി അവിടെ വചനം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൈയടി കൊടുക്കുമ്പോൾ മര്യാദക്ക് കൈയടിക്കണം, കരങ്ങൾ ഉയർത്തി കൈയടിച്ചു കൊടുത്തേ, കർത്താവിന് നന്ദി പറയാം. എന്താണ് പറയേണ്ടതെന്ന് എൻ്റെ കയ്യിലുള്ളത് പുതിയ ട്രാൻസ്ലേഷൻ ബൈബിളാണ്, POC ഇറക്കിയ പുതിയ ട്രാൻസ്ലേഷൻ. എന്തെന്നാൽ നിങ്ങൾ പറയേണ്ടത് ആ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു വെള്ള പേപ്പർ പോലെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നമ്മളെ പഠിപ്പിക്കും എന്താ പറയേണ്ടതെന്നുള്ളത്. വല്ലതും പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് വേറൊന്നും പറയാൻ അറിയത്തില്ല. എനിക്ക് ഈ പുസ്തകം പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് ഈ ബൈബിൾ പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റേ ജ്ഞാനം ഒന്നും എൻ്റെ അടുക്കുന്ന പ്രതീക്ഷിക്കേണ്ട. ഞാൻ അതിലും വലിയ മാനുഷിക ജ്ഞാനം അല്ല പറയാൻ പോകുന്നത്, ദൈവിക ജ്ഞാനമാണ്. വലുതരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മൾ ഈ സമയം എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം, അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യമാണ്. അതായത് ഇതേപോലെ രാത്രി നൈറ്റ് വിസിൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച്. ഞാൻ പറയുന്ന കാര്യം ഓഡിയബിൾ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ഇതേപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ രാത്രി ഈശോയെ ആരാധിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ട് വേറൊരു ടീം ബൈബിളിൽ ഇരുന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ, നമ്മളെയൊക്കെ പോലെ തന്നെ. പക്ഷെ അന്ന് ഇത്രയും പേരൊന്നും ഉണ്ടായിരുന്നില്ല, 2 പേരുണ്ടായിരുന്നുള്ളൂ, 2 പേര്. വേറെ അമ്മച്ചിക്ക് എല്ലാം അറിയാം, അമ്മച്ചിയാണ് ഇവിടുത്തെ ഒഫീഷ്യൽ തിയോളജി. ഹല്ലേലൂയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളയും വെള്ളയൊക്കെ ഇട്ട് പവർ. നീലയാണ് ഇട്ടിരിക്കുന്നത്, അതിനും കുഴപ്പമില്ല. വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. ഹല്ലേലൂയാ, ആവശ്യത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ബൈബിളുള്ളവരാരെങ്കിലും ഉണ്ടോ അമ്മച്ചി അല്ലാതെ? വെരി ഗുഡ്. അവർക്കൊരു കൈയടി കൊടുത്തേ, പവർ. ഇരിങ്ങാലക്കുട കൊള്ളാം. അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം 25-26 വാക്യങ്ങളാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ബാക്ക്ഗ്രൗണ്ട് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് പോകണം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി വലം പറയുന്ന അരൂപി ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ആരൊക്കെയാണ്? പൗലോസും സീലാസും കൂടി. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുത്തി അവിടെ നിന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് പരിശുദ്ധാത്മാവാണോ? ഇത് നമ്മുടെ ടീച്ചിങ് അല്ല, ബൈബിൾ പഠിപ്പിക്കുന്നതാണ്, കേട്ടോണം. അവൾ ലക്ഷണം പറച്ചിൽ വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വലിയ ആദായം ഉണ്ടാക്കിയിരുന്നു. ബിസിനസ്സായിരുന്നു. നല്ല 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 കാശ് കൊടുക്കുമായിരുന്നു ആൾക്കാർ. ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞേ, ഞാൻ +2 ഏത് വിഷയം എടുക്കണം പറഞ്ഞേ. നീ കൊമേഴ്സ് എടുത്താൽ നിനക്ക് കാനഡയ്ക്ക് പോകാൻ പറ്റും, അപ്പോൾ തന്നെ 10,000 രൂപ ഗൂഗിൾ പേ ടിങ് കിട്ടി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്ന് വിളിച്ചു പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം, സാത്താൻ വിളിച്ചു പറയുന്ന കാര്യമാണ്. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, അവർ രക്ഷയുടെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു. പിശാച് വിളിച്ചു പറയണേ, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ഇവര് രക്ഷയുടെ മാർഗം. ആരിൽ നിന്നുള്ള രക്ഷ? അല്ല, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ച് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ വിളിച്ചു പറയുന്നത്? സാത്താൻ ആവശ്യത്തിരുന്ന പെൺകുട്ടി വിളിച്ച് പറയാണ്. തുടർന്ന് പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹനെ കാണുമ്പോൾ പൗലോസ്ലീഹ അടിപൊളിയാണ്, പൗലോസ്ലീഹ സീനാണ്, പൗലോസ്ലീഹ വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ്ലീഹയ്ക്ക് ഇത് കേട്ട് 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 മതിയായിട്ട് ഇത് പൗലോസിനെ അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് ആ അരൂപിയോട് പറഞ്ഞു, പെൺകുട്ടിയോടല്ല അരൂപിയോട് പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്ന് പുറത്തു പോകൂ. തൽക്ഷണം അത് പുറത്തുപോയി. പിന്നെ ആ കുട്ടി പിന്നെ പ്രൊഫസി ഒന്നും നടത്തിയിട്ടില്ല, ഭാവി പിന്നെ പ്രവചിച്ചിട്ടില്ല. അതോടെ ആശാമാരുടെ പണിയൊക്കെ പൂട്ടിക്കെട്ടി. ഇപ്പം നല്ല കാശ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. കാശിൻ്റെ പരിപാടി തീർന്നപ്പോഴേക്കും ഇവരെ നൈസായിട്ട് കൊണ്ട് അതോറിറ്റിയുടെ കൈ കൊണ്ടേ കൊടുത്തു. അപ്പോഴേക്കും അങ്ങനെ ഇവരെ പിടിച്ച് തടവറ ഇട്ടിരിക്കുകയാണ്. ഇതാണ് സിനാരിയോ. വലുതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, വലുത് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പം ഇങ്ങനെ ഇവരെ പിടിച്ച് 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ജനക്കൂട്ടം അവർക്കെതിരെ ഇളകി അവരെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി വടികൊണ്ടടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പിച്ചു. അവർ അവരെ വളരെയധികം പ്രഹരിച്ച ശേഷം കാരാഗ്രഹത്തിൽ അടിച്ചു. അതായത് ഉടുപ്പ് മാറ്റി വടികൊണ്ടടിച്ചു. പോരാഞ്ഞിട്ട് കൈ കൊണ്ട് ഇടിച്ച് നല്ല ഇടി കിട്ടി. നല്ല ഇടി എന്ന് വെച്ചാൽ ഓടിച്ചിട്ട് ഇടിച്ച് നല്ല ഇടി കിട്ടി. അവരെ സസൂക്ഷ്മം കാക്കുവാൻ പാറാവുകാരോട് നിർദ്ദേശിച്ചു. അവൻ പ്രസ്തുത നിർദ്ദേശം സ്വീകരിച്ച് അവരെ അകത്തെ തടവറയിലിട്ട് കാലുകൾക്ക് ആമം വെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. വലുതെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഈശോയുടെ നാമം പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, നീ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞ പേരിൽ ഈശോയുടെ നാമത്തിൽ വടി കൊണ്ട് അടി കിട്ടി. തുണി ഊരി മാറ്റി. ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടു, അടപ്പ് തെറിച്ചു. ഇനി അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പൗലോസിനെ കാണുമ്പോൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങും. എടാ നിനക്കിട്ട് അടി കിട്ടിയല്ലടാ, അത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. പൗലോസ് ലീഹ തീർന്നു. അവരെ പിടിച്ച് അടിച്ചു, അവരുടെ കാലിൽ ചങ്ങലകൾ വെച്ചു, എന്നിട്ട് അവരെ കൊണ്ട് തടവറയിലിട്ടു. ഞാനായിരുന്നു പൗലോസ് ലീഹ എങ്കിൽ ഞാനൊരു 3 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കും. ഞാൻ പിന്നെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല. കാരണം എനിക്കിട്ട് ഇടി കിട്ടിയതല്ലേ, ഈശോയുടെ നാമത്തിൽ ഇടി കിട്ടി. അതുകൊണ്ട് 3 ദിവസത്തേക്ക് പ്രാർത്ഥന വേണ്ട. 3 ദിവസത്തേക്ക് ഞാനിനി സ്തുതിക്കത്തില്ല. 3 ദിവസത്തേക്ക് കൊന്തയില്ലല് വേണ്ട. അപ്പോൾ പൗലോസ് ലീഹ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ 25-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ബൈബിളുള്ള ആരെങ്കിലും ഒന്ന് എഴുന്നേക്കാവോ? ബൈബിളുള്ളവർ, കണ്ണ് കാണാൻ പറ്റുന്ന ബൈബിളുള്ളവർ ഒന്ന് എഴുന്നേറ്റ്. അമ്മച്ചി, അമ്മച്ചിയുടെ പേരെന്താ? ജൂബി ചേച്ചിയാണ്, അമ്മച്ചി ആയിട്ടില്ല. ജൂബി ചേച്ചി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. ജൂബി ചേച്ചിയെ ഓർത്ത് ഈശോയ്ക്ക് ഒരു വമ്പൻ കൈയടി കൊടുത്ത, തീപ്പൊരി കൈയടി കൊടുക്കണം. 2 കാര്യങ്ങൾ ഉയർത്തി കൈയടിക്കണം, എല്ലാവരും അടിക്കണം. ചേച്ചി വായിച്ചോ, 25 തൊട്ട് വായിച്ചോ. തടവറയിലെ അത്ഭുതം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ കേട്ടല്ലോ, അടി കിട്ടി, ഇടി കിട്ടി, നാണം കെട്ട്, അടപ്പ് തെറിച്ച് ഇതുങ്ങളെ കൊണ്ട് തടവറ കൊണ്ട് ഇട്ട്. എന്തിനാ? മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടി പിടിച്ചു കൊടുത്തത്. യേശുവിന്റെ നാമത്തിൽ ഇനി ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് പിടിച്ച് ഇടിച്ചവന്മാരെ കൊണ്ട് തടവറ കൊണ്ട് ഇട്ട്. അവന്മാരെന്ത് ചെയ്ത്? അവിടെ കിടന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. കാലില് വിലങ്ങുണ്ട്, കയ്യില് വിലങ്ങുണ്ട്. അപ്പൊ അനങ്ങാൻ പോലും പറ്റത്തില്ല. കൈയും കാലൊക്കെ കെട്ടി വെച്ചേക്കാണ്. അവിടെ വെച്ച് ഇങ്ങനെ കൈയടിച്ച് കാലിങ്ങനെ ആട്ടി സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ നടന്ന അത്ഭുതം എന്താണ്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും വിലങ്ങൾ അഴിഞ്ഞു വീണു. വലുത് പറഞ്ഞ ഹല്ലേലൂയാ. വലുത് ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചു പറഞ്ഞ ഹല്ലേലൂയാ. പോരെ ശക്തിയുടെ കരങ്ങൾ അടിച്ചുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ രാത്രി ഈ കർത്താവിനെ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചങ്ങലയില്ല, നമ്മൾ ആരും പിടിച്ചിടിച്ചിട്ടില്ല. കർത്താവിന്റെ പേര് പറഞ്ഞതിന്റെ പേര് പള്ളി പോകുന്നതിന്റെ പേരിൽ ആരും പിടിച്ചിടിച്ചോ? ഇല്ല. പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ ആരും ഒന്നും ചെയ്യത്തില്ല. കാലമൊക്കെ വരും, വൈകാതെ വരും. ആ കാലമൊക്കെ വരും. കുർബാനയ്ക്ക് വേണ്ടി കൊതിക്കുന്നൊരു കാലമൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ഫ്രീ ആയിട്ട് ഈ ഫാൻ്റെ ഒക്കെ ചോട്ടി വന്നിരിപ്പുണ്ട്. ഈ ഫാനൊന്നും ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ചങ്ങലൊന്നും ഇല്ല, ഇതൊന്നും ഇല്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനം 16, 25, 26 ഇവിടെ സംഭവിക്കും. വിശ്വസിക്കുന്നവരുടെ അടുത്തൊരു ഹല്ലേലൂയ പറയാവോ? വിശ്വാസമുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയാ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഹായും സീലാസും കൂടെ ഉണ്ടായിരുന്നവര് ഈ കൈ വിലങ്ങുകൾ വെച്ച്, അവരുടെ അടിച്ച് ചിതറിക്കപ്പെട്ട ശരീരം വെച്ച്, ഉള്ള ഒച്ച വെച്ച്, ഉള്ള ത്രാണി വെച്ച് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4-ന്റെ അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 4-ാം അധ്യായം 30, 31 വാക്യങ്ങൾ. ഇത് വേറൊരു ടീമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് പൗലോസിനെ സീലാസിനെയും കുറിച്ചാണ്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് പത്രോസിനെ യോഹന്നാനെ കുറിച്ചാണ്. അത് വേറെ കോമഡിയാണ്. പത്രോസിനെ യോഹന്നാനെ ഈശോയുടെ നാമത്തിൽ ഇനി ഒന്നും മിണ്ടി പോരുതെന്ന് പറഞ്ഞു വിട്ടേക്കുവാണ്. ഇനി മിണ്ടി കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കും നിന്നേക്കെന്നൊക്കെ പറഞ്ഞു വിട്ടേക്കുവാണ് യഹൂദര് വിളിച്ച് ഈശോയുടെ നാമത്തിൽ ഇനി ഒരു കാര്യം മിണ്ടി പോരെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ പേടിച്ചില്ല. ഇവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇവർ നടത്തുന്ന ഒരു കിടുക്കം പ്രാർത്ഥനയുണ്ട്. 1.5 പ്രാർത്ഥനയാണത്. ബൈബിളിലെ ഒരു അടിപൊളി പ്രാർത്ഥനയാണത്. അപ്പോസ്തല പ്രവർത്തനം 4-ന്റെ 30, 31 വാക്യങ്ങൾ ഇങ്ങനെയാണ്. വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വചനം പറയുമ്പോൾ തന്നെ അഭിഷേകം വരും. നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. വലുതരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇനി വചനം വായിക്കാം. ഒച്ചത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം.
അപ്പോസ്തലപ്രവർത്തനം അതിന്റെ 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കൈകൾ നീട്ടണമേ. തുടർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. വലുതുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. വലുതുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ആദ്യം നമ്മൾ കണ്ടു അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായത്തില് ഒരു തടവറ കുലുങ്ങുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ കണ്ടു. വീണ്ടും അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായത്തിൽ വീണ്ടും ഒരു തടവറ കുലുക്കത്തെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ ഈ ഒരു കുലുക്കത്തിന്റെ അഭിഷേകം ഉണ്ടാവും. അതായത് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം അഴിക്കാൻ കർത്താവ് ഈ രാത്രി വരും. വിശ്വസിക്കുന്ന ഒരു വലുതുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ, ഒരു ശക്തിയോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു ടീനേജർ കടന്നു പോകുന്ന എല്ലാ പാപത്തിൻ്റെതായ മേഖലകളോടും എക്സ്പോസ്ഡ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളെല്ലാ സാധാരണ പിള്ളേരെയൊക്കെ പോലെ, നിങ്ങളുടെയൊക്കെ മക്കളില്ലേ, അതേപോലെയൊക്കെ തന്നെയായിരുന്നു ഞാൻ എല്ലാവരുടെയും മക്കളെന്നല്ല പറയുന്നത്. വിശുദ്ധരായ, എന്നെക്കാളൊക്കെ വിശുദ്ധരായ, ഞങ്ങളെക്കാളൊക്കെ വിശുദ്ധരായ നല്ല മക്കളുള്ള നല്ല അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ കൂടി ഇരിപ്പുണ്ട്. പക്ഷെ ഒരു പൊതുവെ ഒരു കേരളത്തിൻ്റെ ട്രെൻഡ് പ്രകാരം പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധാരണ കത്തോലിക്ക പയ്യനായിരുന്നു ഞാൻ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അടിമുടി മാറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വേറൊന്നും നിങ്ങൾ വേറൊന്നും പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം പരിശുദ്ധാത്മാവ് വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം. എൻ്റെ അമ്മജി സീന കേട്ടോ, അടിപൊളി. അത് തന്നെ ആ വചനം തന്നെ. അമ്മച്ചിയാണ് ഇവിടുത്തെ കൊച്ചു ത്രേസ്യ. 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വചനം ഇങ്ങനെയാണ്. ഞാൻ വായിക്കുന്നത് പുതിയ ടെക്സ്റ്റാണ്, പുതിയ ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. അവൻ ലേഹി വരെ എത്തിയപ്പോൾ ഫിലിസ്ത്യക്കാർ അവനെ എതിരേറ്റ് അട്ടഹസിച്ചു. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. അവൻ്റെ കരത്തിലുണ്ടായിരുന്ന കയറുകൾ തീയിലെരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. അവൻ്റെ കൈകളുടെ മേലുള്ള കെട്ടുകൾ ഉരുകിപ്പോയി. വലതുറത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സാംസനെ പിടിച്ച് കെട്ടിയിട്ടിരുന്ന എല്ലാ കെട്ടുകളും വിട്ടുപോയി, അഴിഞ്ഞു വീണു. അപ്പോൾ പരിശുദ്ധാത്മാവ് വരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങുക. ഞാൻ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ ഒരു ടോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായി. അപ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടിയത്. ന്യായാധിപന്മാർ 15-14. അച്ഛനുണ്ട് ഒരു നന്മ പറഞ്ഞു പറയുമ്പോൾ ചൊല്ലിയാലോ? വിരോധമുണ്ടോ? എന്നാൽ വലുതുയർത്തി പിടിച്ചേ. വലുതുയർത്തി പിടിച്ചിട്ട് ഒച്ചത്തിലൊരു നന്മ പറഞ്ഞു പറയുമ്പോൾ ഡാനിയൽ അച്ഛന് വേണ്ടി ചൊല്ലിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. ഒരു നന്മ പറഞ്ഞുകൊണ്ട് ചൊല്ലാം. എന്തിനാണെന്നറിയാം, ലോകത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകരും, ഡോമിനിക് അച്ഛനുണ്ട്, വട്ടായിലച്ഛനുണ്ട്. ഞങ്ങളുടെ വട്ടായിലച്ഛനാണ്, ഞങ്ങൾ സെഹിയോൻ ധ്യാനേന്ദ്രത്തിൽ നിന്നാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ വട്ടായിലച്ഛനുണ്ട്, സോജി ഓലിക്കൽ അച്ഛനുണ്ട്, സാംസൺ അച്ഛനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ ഇവിടെ പോട്ടയിൽ അച്ഛന്മാരുണ്ട്. നമ്മുടെ എല്ലാ വൈദികരെയും, ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിച്ചുകൊണ്ട് വലുതുയർത്തി റൈസ് യുവർ റൈറ്റ് ഹാൻഡ്. വലുതുയർത്തി പിടിച്ച് ശക്തിയോടെ, കൈ ഉയർത്താൻ കഴിവുള്ള എബിലിറ്റി ഉള്ളവരെല്ലാം കൈ ഉയർത്തി പറയുക. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കൈ താഴ്ത്തിട്ടോ കുഴപ്പമില്ല. വലുതുയർത്തി പിടിച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെയും നമ്മൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ തേടി നടക്കേണ്ട കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും, ഇന്നത് ചെയ്യ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ഇവിടെ പോവരുത്. ഇതിനെല്ലാം പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഓൾറെഡി മാമോദീസയിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ക്രിസ്ത്യാനിയുടെ ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ഇത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിയുടെ എല്ലാ പ്രശ്നവും, പാതി പ്രശ്നമൊന്നുമല്ല, എല്ലാ പ്രശ്നവും തീരും.
മാതാവ് ഇങ്ങനെ ഒന്ന് പേടിച്ചൊന്ന് സംഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് സ്വർഗം കൊടുക്കുന്ന ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവർ. ലൂക്ക 1-ാം അധ്യായത്തിൽ 33, 34, 35 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മാതാവ് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ദിസ് ഈസ് ഇമ്പോസിബിൾ, ഇത് നടക്കൂല. എനിക്കറിയത്തില്ല, അങ്ങനെ മാതാവ് വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കൂലെന്നൊന്നും മാതാവ് വിചാരിക്കത്തില്ല, കാരണം മാതാവിന് അതിനുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. മാതാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദിസ് ഈസ് ഇമ്പോസിബിൾ, ഇതെങ്ങനെ സംഭവിക്കും? ഹ്യൂമൻ ബുദ്ധിക്ക് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ സ്വർഗം കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. ലൂക്ക 1:35 നമ്മളത് വായിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാണ് ഇന്ന് സ്വർഗത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള ദൂത്. ഇതാണ് നിങ്ങൾക്കുള്ള വചനം. എന്താണ്? ഞാൻ പറയാം. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കുക. കുറച്ചുപേരൊക്കെ ഉറങ്ങുന്നുണ്ട്. അതെനിക്ക് പറയാം, സമയമുണ്ട്. ചിലരെന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരൂല നിങ്ങൾ വിളിച്ചാൽ. തൊട്ടടുത്തേക്ക് നമുക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ഒന്ന് പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തോണ്ട് ഈ വചനം പറ. നിന്റെ ജീവിതത്തിൽ പറ. അടുത്തിരിക്കുന്നത് അപ്പച്ചനാണെങ്കിൽ അപ്പച്ചൻ്റെ എന്ന് പറഞ്ഞോ, അമ്മച്ചിയുടെ പറഞ്ഞോ. സമയം തരാം. നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഞാനിതാ പറയാൻ പോകുന്നു. എന്താ? ഉച്ചത്തി പറയണം. ഉച്ചത്തി പറ. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഒന്നുകൂടി കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അവരുടെ ഉറക്കൊക്കെ പോട്ടെ. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അടുത്ത പറഞ്ഞ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ, അതായത് ഒരു യുവാവ് കടന്നു പോകാൻ സാഹചര്യമുള്ള എല്ലാ പാപത്തിൻ്റെ സാഹചര്യങ്ങളും ഞാൻ അതൊന്നും ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം അത് തീർന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഹിസ്റ്ററി, അത് പാസ്റ്റാണ്. ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. അവൻ അതിനെക്കുറിച്ച് അഭിമാനം കൊണ്ടാവാതെ എന്നെ കർത്താവ് രക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ യുവജനങ്ങളും കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ കടന്നുപോയി. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ പറയും, ഇവനൊന്നും കോണം പിടിക്കൂല. എന്നെയൊക്കെ കണ്ട് കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. KPC പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേരൊക്കെ. കുഴപ്പമില്ല, അവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്, കാരണം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പേരെ കാണുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യും, ഇവനൊന്നും ഒരു കാലത്ത് കുണം പിടിക്കൂല, ഇവനൊക്കെ എന്ത് കാണിക്കാനാണ്, ഇവനൊക്കെ പള്ളിയിലും കയറൂല അവിടെയും കയറൂല. ആ സമയത്ത് ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലി നോക്കിക്കേ, അത് നടക്കൂല. പക്ഷെ ഞാൻ ചുമ്മാ ഞാൻ ആലപ്പുഴയിലെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ ലോകം പല സമയത്ത് എഴുതി തള്ളിയിട്ടുണ്ട്. പക്ഷെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നു. ഇനി ഞാൻ ഇന്ന് തിരിച്ചു പോകും. 12:15 ആകുമ്പോൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ പോയി. നാളെ ഞായറാഴ്ചയാണ്, കർത്താവിൻ്റെ ദിവസമാണ്. കുടുംബത്തിനോട് കൂടെ ആയിരിക്കണം. ഞങ്ങൾക്ക് മറ്റന്നാൾ സെഹിയോനിൽ ധ്യാനം തുടങ്ങും, മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനം തുടങ്ങും. അപ്പോൾ എന്നോട് അച്ഛൻ ഞായറാഴ്ച എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെയും അമ്മച്ചിയുടെയും കുഞ്ഞിൻ്റെയും, എനിക്കൊരു 7 മാസമുള്ള കുഞ്ഞുണ്ട്, പെൺകുട്ടി റീത്ത. അപ്പോൾ അവരുടെ കുർബാന മുടങ്ങും, ഞായറാഴ്ച കുർബാന മുടങ്ങും. ഞായറാഴ്ച ആചരണത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് രാത്രി ട്രാവൽ ചെയ്ത് ചെന്ന് അവരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവരുടെ കർത്താവിൻ്റെ ദിവസം കുടുംബത്തിൻ്റെ കൂടെ വചനവായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആചരിച്ച് എന്നിട്ടൊരു ഉച്ച കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച്, നാളെ ലാസ്റ്റ് സൺഡേ ആണല്ലോ, അപ്പോൾ കുറച്ച് ബീഫൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് എന്നിട്ട് ഞാൻ സെഹിയോനിലോട്ട് പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കേരളത്തിൻ്റെ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ ആർക്കും വേണ്ടാതെ കിടന്നൊരു വ്യക്തിയാണ്. ആർക്കും വേണ്ടാതെ കിടന്നൊരു വ്യക്തി ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ഈ പാതിരാത്രി, ഈ നട്ടപ്പാതിരയ്ക്ക് ഒരിക്കൽ തള്ളി പറഞ്ഞ ഈശോനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് എൻ്റെ എബിലിറ്റി അല്ല. കൈയടിക്കുമ്പോൾ ആർക്കാ കൈയടിക്കുന്നത്? പരിശുദ്ധാത്മാവിന്. ആ പരിശുദ്ധാത്മാവിനെ കൈയടിച്ചാൽ മര്യാദക്ക് കൈയടിക്കണം. കരം കൂടി ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ വായിച്ചതുപോലെ ന്യായാധിപന്മാർ അതിൻ്റെ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടായിരിക്കില്ല പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങും. ഏശയ്യ 10:17 വചനം എടുത്തോ. ഏശയ്യ 10:17 പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങളാണത്. ഏശയ്യ 10:17 എന്താണ്? അത് തന്നെ, പവർ. ഒച്ചത്തിൽ പറയാൻ പറ്റി, എല്ലാവരും അങ്ങോട്ട് കേൾക്കട്ടെ. പറഞ്ഞേ. അവന് പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇസ്രായേൽ ഒരു അഗ്നിയായും ഒറ്റ ദിവസം കൊണ്ട് ജ്വലിച്ചിരുന്നു.
ജയിപ്പിക്കും. വേറൊരു കൈയടി കൊടുത്ത് ചേട്ടന്മാരെ മര്യാദ കൈയടിക്ക്. ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അതൊരൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകൾ അത് ജ്വലിക്കും. ഒറ്റ ദിവസം കൊണ്ട് മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. പരിശുദ്ധാത്മാവിന് ഒരു ഒറ്റ മൊമെന്റ് മതി നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇരിങ്ങാലക്കുടക്കാരെ, കത്തീഡ്രൽ ഇടവകക്കാരെ വിശ്വസിക്കുന്നുണ്ടോ? അന്ന് എഴുന്നേറ്റ് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവിന് നമ്മൾ കേട്ടു, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവിന് അർദ്ധരാത്രിയോടടുത്ത് അവർ കീർത്തനങ്ങൾ പാടി ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരെ കെട്ടിയിടുന്ന കെട്ടുകൾ അഴിഞ്ഞു വീണു. ഈ സമയം നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥകളുടെ മേൽ ഏതെങ്കിലും രീതിയിലുള്ള കെട്ടുകൾ സാത്താൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ 8:36 പുത്രൻ അത് നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ചുമ്മാ ഒച്ച എടുക്കുന്നത് ആവരുത് സ്തുതിപ്പ്. ഒച്ച എടുക്കുന്ന സ്തുതിപ്പല്ല. ഒച്ച എടുക്കാൻ ആർക്കും പറ്റും. പക്ഷെ ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നിലവിളി വരണം. ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നീ വിളിച്ചാൽ ഇന്ന് ഇപ്പോൾ ഈ സമയം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വലിയ അത്ഭുതങ്ങളുടെ രാത്രിയായി ഈ രാത്രി മാറും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ആഗ്രഹമുള്ളവർ, ദാഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ശക്തിയോടെ പോരാ. അടുത്തിരിക്കുന്ന ഒരു 10 പേരെ വെച്ചിട്ട് വിളിച്ച പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ഹല്ലേലൂയ. ഇനി നമ്മൾ പാട്ടുപാടി ആരാധിക്കാൻ പോവാണ്. അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ സ്തുതിച്ചാൽ പോരാ. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സങ്കീർത്തനം 150 അവസാനത്തെ സങ്കീർത്തനമാണ്. അതിനകത്ത് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ സ്തുതിക്കണമെന്ന്. സെബാസ്റ്റിന് ഇഷ്ടമുള്ള രീതിയിൽ സെബാസ്റ്റിൻ കർത്താവിനെ സ്തുതിച്ചാൽ പറ്റൂല. വചനം നമ്മൾ അനുസരിക്കണം. സങ്കീർത്തനം 150 കേട്ടോണം. കാഹള മുഴക്കത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ, വീണയും കിന്നരവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പും നൃത്തവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ഇന്ന് തന്ത്രിയും കുഴലും എല്ലാം ഈ സാധനത്തിൻ്റെ അകത്തുണ്ട്. ഈ സാധനത്തിൻ്റെ അകത്ത് അതെല്ലാം ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഇങ്ങനെയാണ്: ശ്വാസമുള്ള സകലതും കർത്താവിനെ സ്തുതിക്കട്ടെ. മുഴങ്ങുന്ന കൈത്താളത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ, മാറ്റൊലി കൊള്ളുന്ന കൈത്താളങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ, തപ്പും നൃത്തവും കൊണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ പിശുക്ക് കാണിച്ചാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ പിശുക്ക് കാണിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ സുലഭമായിട്ട് കർത്താവിനെ അങ്ങോട്ട് ഹൃദയം തുറന്നിട്ടാൽ കർത്താവ് അങ്ങോട്ട് ഇറങ്ങി വരും. അനേകായിരം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വന്നു, ഇടപെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിച്ചാൽ കർത്താവിന് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ അപ്പമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് സ്വർഗത്തിൽ ഇരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ പറയുന്ന ഐ ലവ് യു ഈശോയെ എന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. വിശ്വസിക്കുന്ന വലുതൊരു ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വലുതൊരു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അടുത്തേക്ക് നാളെ തോളത്തേക്കൊന്ന് കൈയിട്ടെ. തോളത്തേക്ക് കൈയിട്. ഞാൻ നിങ്ങളുടെ ശത്രുതയുടെ മതിലൊക്കെ തകർക്കാൻ പോകണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. എല്ലാവരും ഇട്ടോ. വെരി ഗുഡ്. എന്നിട്ട് ഒന്ന് പയ്യെ ഇങ്ങനെ ആടിക്കുക. ഒന്ന് നോക്കട്ടെ. ആട്ടാത്തവരെ വലിച്ചു പിടിച്ച് ആട്ടിക്കോ, കുഴപ്പമില്ല. നല്ലോണം ആട്ടിക്കോ. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുക. അപ്പച്ച എന്താണ് അപ്പച്ചത്? എന്നിട്ട് പരസ്പരം നോക്കി ചിരിച്ചേ. ഇനി കയ്യൊക്കെ ഒന്ന് അടിച്ച് നല്ലോണം കൈയടിക്കണം. കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടിക്ക്. ഇനി കണ്ണടച്ചോ. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കാലുകളൊക്കെ മാറ്റി ചവിട്ടിക്കൊണ്ട് ശക്തിയോടെ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുകയാണ്. ജോയേൽ 2-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ, എൻ്റെ ദാസിമാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ശക്തിയോടെ പോരാ, കരങ്ങളടിച്ചുകൊണ്ട്. ഓരോ ശരീരയുടെ മേൽ എൻ്റെ ചൈതന്യം ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും
പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും വലിയ ശക്തിയോടെ. പോരാ പോരാ, കാലുകളൊക്കെ മാറ്റി ചവിട്ടി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ശക്തിയോടെ അത്യകാല അഭിഷേകം അറിയാതെ ചേർന്ന് പാടിക്കോ. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. സ്വയം മറന്ന് അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 2-1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്തയുടെ ദിവസം ആഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ചങ്കി പൊട്ടി വിളിക്കട്ടെ, ഈശോയേ. അപ്പോസ്തലപ്രവർത്തനം 2:1-2 വചനങ്ങൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. The mighty name of Jesus. Pour out your spirit, Lord. ശക്തിയോടെ 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 കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. കരങ്ങൾ ഉയർത്തി കൈയിടിച്ച് ശക്തിയോടെ, കരങ്ങൾ ഉയർത്തി കൈയിടിച്ച് കാലുകളൊക്കെ മാറ്റി ചൂട്ടിക്കൊണ്ട്. ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അപ്പോസ്തലപ്രവർത്തനം 4:30-31 വാക്യങ്ങൾ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് അവിടുത്തെ കൈകൾ നീട്ടണമേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ചങ്ക് പൊട്ടി വിളിക്കട്ടെ, യേശുവേ. വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. പോരാ 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 പോരാ, അധരം തുറന്ന് ആവശ്യമുള്ളവൻ പ്രാർത്ഥിക്കട്ടെ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ നിർഗളിക്കും. കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. ശക്തിയോടെ കരം പിടിച്ചുകൊണ്ട് കാലുകളൊക്കെ മാറ്റിച്ചുകൊണ്ട് ഇരുവശങ്ങളിലേക്ക് കരം പിടിച്ചുകൊണ്ട് കരം പിടിച്ച് പോരാ. ശക്തിയോടെ കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബു വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ
mighty name of Jesus. എസെക്കിയേൽ 37:3 അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, നാഥനായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. നാഥനായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായ്ക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവൻ ഉണ്ടാവട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. കർത്താവേ, ജീവനില്ലാത്ത ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഇവരുടെ രോഗങ്ങളിലേക്ക്, ഇവരുടെ തടസ്സങ്ങളിലേക്ക് എസെക്കിയേൽ 37:9 ഈ സമയം ഫിലിപ്പി 2:9-10 വചനത്തിലൂടെ, മത്തായി 18:19-20 വചനത്തിലൂടെ, മത്തായി 18:18 വചനത്തിലൂടെ, ഈ സമയം മത്തായി 7:7 വചനത്തിലൂടെ ചോദിക്കുന്നവന് ലഭിക്കുന്നു. ഈ സമയം സംഭവിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ, യേശുവേ. കരങ്ങളുയർത്തി കൈയടിച്ച് ആടിപ്പാടി ശക്തിയോടെ കാലൊക്കെ മാറ്റി വിട്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, നദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ശരണേ. ഓ ആത്മാവേ, കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ബലഹീനതകൾക്ക്, നമ്മുടെ ആകുലതകൾക്ക് സ്വർഗത്തിനുള്ള ഉത്തരവിതാണ്. പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ സമയം 12ഓളം പേരുടെ കുടുംബത്തിൽ നിന്ന് തലമുറകളായി, പ്രത്യേകിച്ച് മാറി മാറി വരുന്ന അലർജി രോഗങ്ങളിൽ നിന്ന് കർത്താവ് 12ഓളം കുടുംബത്തിൽ ഈ സമയം പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതായി കർത്താവ് ശക്തമായി വെളിപ്പെടുത്തിരുന്നു. വലിയ സ്നേഹത്തോടെ ചെറിയ ശബ്ദത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വിളിച്ചു പറയുന്ന മെസ്സേജ് ഞങ്ങളുടെ ആരുടെയും കഴിവ് കാണിക്കാനോ ഞങ്ങളുടെ ആരുടെയും കാരിസം കാണിക്കാനൊന്നുമല്ല. ഇത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ എളിയ ദാസരോട് വിളിച്ചു പറയുന്ന മെസ്സേജുകളാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രാപിക്കാം. ലൂക്കാ 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആവശ്യമുള്ളവന് ഇത് പ്രാപിച്ചോ. ചോദിക്കുന്നവന് ലഭിക്കും, ചോദിക്കുന്നവന് ലഭിക്കും. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഇന്നിവിടെ രാത്രി പ്രത്യേകിച്ച് ഒരു ഉദരസ്ഥ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സ്ഥലത്തർക്കമായിട്ട് ബന്ധപ്പെട്ട്
സഹോദരങ്ങളുമായി ഭിന്നതയിൽ കലയുന്ന ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു, അനുരഞ്ജനപ്പെട്ടാൽ നീ നാളെ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന ഒരു അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മകൻ വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, എന്റെ കർത്താവേ അവന്റെ ജീവിതത്തിലൊന്ന് ഇടപെടണമേ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ അവന്റെ മേൽ വന്നു കഴിഞ്ഞു, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് കഴിഞ്ഞു. കരങ്ങളുയർത്തി സ്തുതി ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയത്ത് ഒരു കുടുംബം ഇങ്ങനെ ഓർത്തു, എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പൈശാചിക ബന്ധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് തലമുറയുടെ ശാപം ഉണ്ടോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ സമയത്ത് അരുളിക്കയിൽ നിന്ന്, ഈശോയിൽ നിന്ന് സ്വർഗത്തിന്റെ ഒരു അഗ്നി ആ കുടുംബത്തിലേക്ക് വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നു. അലീജ എന്ന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ സമയം പരിശുദ്ധാത്മാവ് ശക്തമായ ആ വ്യക്തിയിലേക്ക് ഇറങ്ങുന്നതായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പെരുന്നാൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലായി വൈദികനെതിരെ ചോദ്യം ചെയ്ത ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ സമയം അനുതാപത്തിന്റെ അഭിഷേകം നടക്കുന്നതായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്ന് പേരെ ഈ സമയം തലയിൽ വിയർപ്പ് കെട്ടി നിന്ന് ദുർഗന്ധം വരുന്ന ഒരു രോഗാവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നതായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രൈസ് വർഷിപ്പിന്റെ സമയത്ത് കയ്യിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നതിനകത്ത് ഒരു അനുഭവം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നതിനകത്ത് ഒരു അനുഭവം, പ്രത്യേകിച്ച് കയ്യില് തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം നൽകി പരിശുദ്ധാത്മാവ് ഒരു മാനിഫെസ്റ്റേഷൻ നൽകി 17ഓളം പേരെ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുന്നു. വലത്തെ മുതുകിന് വേദനയുള്ള ഒരു വ്യക്തിയെ ഈ സമയം പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നതായി വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണിൽ നിന്ന് കൂടെ വെള്ളം വരുന്നൊരു അലർജി രോഗത്തിൽ നിന്ന് ഏതാനും പേരെ പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തുന്നതായി വെളിപ്പെടുന്നു. വിദേശത്തായിരിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ തെറ്റായ പ്രേമബന്ധത്തിന് വേണ്ടി ഈ സമയം കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന നിലവിളി സ്വർഗം കേൾക്കുന്നതായി വെളിപ്പെടുന്നു. പള്ളിയിൽ വരും, എന്നാൽ അതിനോടൊപ്പം തന്നെ അന്യമതസ്ഥരുടെ അന്യദേവന്മാരുടെ അടുത്തേക്ക് പോകുന്ന ഒരു കുടുംബത്തിനോട് കർത്താവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക്, ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രശ്നം നോക്കുക, ജാതകം നോക്കുക, അങ്ങനെ രാഹുകാലം പോലുള്ള വിശ്വാസങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പറയുന്നു, കർത്താവ് പറയുന്നു, നിനക്ക് ഐശ്വര്യം വേണമെങ്കിൽ നീ അനുദപിക്കുക, ഏറ്റു പറയുക, അങ്ങനെയാണ് നിന്റെ ഐശ്വര്യം ആസ്വദിക്കും. ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ അനേകായിരം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യബുദ്ധിക്ക് ഇതൊക്കെ വായിച്ചെടുക്കുക ഇമ്പോസിബിൾ ആണ്. കർത്താവ് പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത് ഞങ്ങളുടെ കഴിവ് കാണിക്കാനോ ഞങ്ങളുടെ ഇത് പെർഫോം ചെയ്യാനോ അതൊന്നുമല്ല. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം മഹത്വം കർത്താവിനാണ്. ഇതെല്ലാം മഹത്വം കർത്താവിനാണ്. മനുഷ്യർക്ക് ഒരു കഴിവുമില്ല. മനുഷ്യരാരും കണിയാന്മാരല്ല. മനുഷ്യന്മാരും മറ്റേ വെളിച്ചപ്പാടുകളൊന്നും അല്ല. മനുഷ്യർക്ക് ഒരു കഴിവുമില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കരുണയാണത്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന മർക്കോസ് 9 അധ്യായം വായിക്കാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. മർക്കോസ് 9 അധ്യായം വചനം ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. 9:23 അധ്യായം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും. അതെ, വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. മർക്കോസ് 9:23 യേശു പറയുന്നു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. കണ്ണുകളടച്ച്. പരിശുദ്ധ അമ്മയാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത്. അമ്മയാണ് നമ്മളെ നയിച്ചത്. പെന്തക്കുസ്തായിൽ ശിഷ്യരുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. Where there is Holy Mary, there will be the fullness of Holy Spirit. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധ മറിയം എവിടെയുണ്ടോ അവിടെ മണവാളനായ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധ അമ്മേ, ഈ സമയം ഞങ്ങളെ നയിച്ചതിനോർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, നന്ദി പറയുന്നു. അമ്മേ, ഞങ്ങൾ പൂർണ്ണമായി നിന്റേതാവുന്നു. വാഴ്ക മാതാവേ, ദൈവമാതാവേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. പഠിക്കുക. വാഴ്ക മാതാവേ, വാഴ്ക മാതാ ദൈവമാതാവേ, ദൈവമാതാവേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. പാടാവോ? വാഴ്ക മാതാവേ, വാഴ്ക ദൈവമാതാവേ, ദൈവമാതാവേ, ഞാൻ പൂർണ്ണമായും നിന്റേതാകുന്നു. പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.